ഈ സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. ദുരന്തമുണ്ടായിട്ട് ഏകദേശം 10-11 മണിക്കൂറായിരിക്കുന്നു. നമുക്കിപ്പോഴും ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നേരിൽ ആരും കണ്ടിട്ടില്ല. അവിടുത്തെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയോ ആർക്കും അറിയില്ല. അവിടെ നിന്നുള്ള ഒന്നോ രണ്ടോ പേരെയൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അവരുടെ വാക്കുകളിലെ ആശങ്കയും കാര്യങ്ങളും ഒക്കെ മാത്രമേ നമുക്ക് അറിയാൻ കഴിവുള്ളൂ. അവിടേക്ക് എത്താൻ താൽക്കാലിക പാലമടക്കം നിർമ്മിക്കുന്നുണ്ട് നേരത്തെ തന്നെ. അതിലെന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടായിട്ടുണ്ടോ? സൈന്യം എത്തിച്ചേരുമെന്ന് പറയുന്നു. എത്ര മണിയോടെ സൈന്യം എത്തിച്ചേരുമായിരിക്കും? ഈ സമയത്തുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൂരൽമലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇല്ല. അവിടെ ഇപ്പോൾ NDRFന്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി പാലം നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എങ്കിലും ഈ വടം കെട്ടി അപ്പുറത്തേക്ക് എത്താനുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വടമോ കയറോ ഉപയോഗിച്ച് ഈ പുഴയിൽ ഇപ്പോൾ നിലവിൽ വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം മഴ ഒരൽപ്പം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മലഭാഗത്തും മഴ കാര്യമായി തന്നെ പെയ്യുന്നില്ല നിലവിൽ ഇപ്പോൾ. അതിനാൽ തന്നെ ഈ പുഴയിലൂടെയുള്ള വെള്ളത്തിന്റെ ശക്തി ഒരൽപ്പം കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ പുഴയ്ക്ക് മറുകരയിലേക്ക് കയറു കെട്ടി അപ്പുറത്തെത്തി NDRF സംഘങ്ങൾ അപ്പുറത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പ്രദേശത്തേക്കാണ്. കാരണം നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം തന്നെ അവിടെയാണ്. ഈ മലവെള്ളം കുത്തിയൊലിച്ചെത്തിയ ഈ പ്രദേശങ്ങളിൽ, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്രത്തോളം കാഷ്വാലിറ്റികൾ അല്ലെങ്കിൽ ഇത്രത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ സാഹചര്യം എന്ത് എന്നത് നേരിട്ടെത്തി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ ആർക്കും അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു രാവിലെ മുതൽക്കേ ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് വിവിധ ഇടങ്ങളിലായി ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രത്തോളം ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അപകടത്തിൽ ഭൂമിക്കടിയിലായി അല്ലെങ്കിൽ മണ്ണിനടിയിലായി വെള്ളത്തിലൊക്കെയായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനെ പറ്റി യാതൊരു വ്യക്തതയും ആർക്കുമില്ല. കാരണം അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ താറുമാറായ ഒരു അവസ്ഥയിലാണുള്ളത്. പുറം ലോകവുമായി കൃത്യമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ എത്രത്തോളം ഒരു വ്യാപ്തി, ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് ആ ഭാഗങ്ങളിൽ ആളുകൾക്ക് കൃത്യമായി അറിയില്ല. അത് കൃത്യമായി പുറം ലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് നിലവിൽ നിലനിൽക്കുന്നത്. സൈന്യത്തിന്റെ വിന്യാസം കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ സൈന്യവും കൂടി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ കാര്യമായി അപകടം സംഭവിച്ചിട്ടുള്ള ഈ 3 പ്രദേശങ്ങളിലും കൃത്യമായി സേനാവിന്യാസം നടത്തിക്കൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്ത് പരമാവധി സാധ്യമായ ഇടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ മണ്ണിനടിയിലും അല്ലെങ്കിൽ തകർന്ന വീടിനടിയിലുമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ NDRF, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, വിവിധ സന്നദ്ധ സേനാ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ ഒരു തിരച്ചിൽ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നത്. നമ്മളിവിടെ തിരച്ചിലിന്റെ ദൃശ്യങ്ങൾ പകർത്താനായി എത്തുന്നതിന് ഒരല്പം മുമ്പായിരുന്നു നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിൽ നിന്നും ഒരു കുട്ടിയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു എന്ന് സന്നദ്ധ സേനാ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലും അത്തരത്തിലുള്ള ആശ്വാസം നൽകുന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപകടത്തിൽ പകച്ചു നിൽക്കാതെ ആ ഒരു ദ്രുതഗതിയിൽ തന്നെ ഇടപെടാൻ സാധിച്ചതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ചൂരൽമലയിൽ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കാര്യമായി തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. എങ്കിലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭയം ഈ ഒരു മരണസംഖ്യ എത്രത്തോളം ആവും എന്നതിലാണ്. കാരണം ഈ മരിച്ച 40-ലധികം വരുന്ന ആളുകളിൽ പകുതിയോളം ആളുകളെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഭാര്യ, മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരൊക്കെയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരിൽ ആരൊക്കെയാണ് ജീവനോടെ ഉള്ളത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ നിലവിലെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതിനെ പറ്റി കൃത്യമായൊരു കണക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്ന് അത് 12-ാം മണിക്കൂറിലേക്ക് അടുക്കുമ്പോഴും
ആ ഒരു കാര്യത്തിൽ എത്രത്തോളം ആളുകൾ ഈ ഒരു അപകടത്തിന് ഇരയായിട്ടുണ്ട് എന്നതിനെ പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അത്രത്തോളം വലുതാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്ന പ്രദേശമുണ്ട് ചൂരൽമല അങ്ങാടി. അവിടെ നിന്നും ഏകദേശം 4-5 കിലോമീറ്ററുകൾ ഉള്ളിലോട്ട് സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുകളിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ദൂരത്തിൽ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി ദുരന്തം വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ദൂരത്തിൽ താമസിക്കുന്ന ആളുകളെ, അവിടെ ഉണ്ടായിരുന്ന ജീവനുകളെ എല്ലാം ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.